ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾ ഓവറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി ബീഡ് വർക്കാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ്, റെഡ് കട്ട് ബീഡ്സ്, പിന്നെ സീക്വൻസ്, ഗോൾഡൻ സീക്വൻസ്. ഇപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ വർക്ക് വരിക കേട്ടോ. യോക്കിൻ്റെ പോർഷനിലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. ഈ സെയിം ഡിസൈൻ നമുക്ക് സാരിയിലോ ഷോളിലോ ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഞാൻ ആ ഡിസൈൻ എങ്ങനെയാണ് ക്ലോത്തിൽ വരയ്ക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു ചെറിയ ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിൻ്റെ മുകളിലത്തെ വശം ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ താഴെ വശത്ത് 2 ചെറിയ ലീഫ് വരയ്ക്കുവാണ്. ഇനി റൈറ്റ് സൈഡ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ 2 വലിയ ലീഫും ഒരു ചെറിയ ലീഫും കൂടെ വരച്ചു കൊടുക്കുവാണ്. ലീഫ് വരയ്ക്കുമ്പോൾ ഒരേ ഷേപ്പ് വരണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. കാരണം ഒരു ലീഫ് പോലെ ആയിരിക്കത്തില്ല നെക്സ്റ്റ് ലീഫ് വരിക. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡിലും 2 വലിയ ലീഫ് വരച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ചെറിയൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി ഇവിടെ ഒരു സർക്കിളും കൂടെ വരച്ചു കൊടുക്കാം കേട്ടോ. കുഞ്ഞ് സർക്കിൾ വേണം വരയ്ക്കാനായിട്ട്. ഇനി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് 2 വലിയ ലീഫ് വരച്ചു കൊടുക്കാം. ഇനി താഴേക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വരച്ചപ്പോൾ ഇച്ചിരി ചെരിഞ്ഞു പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു കുഞ്ഞ് 2 ലീഫും പിന്നെ ഒരു സർക്കിളും കൂടെ ഈ താഴേക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ഓരോ ഭാഗത്തേക്ക് പോകുന്നത് ഓരോരോ ഡിസൈനാണ് കേട്ടോ. ഇനി ആ ട്രയാങ്കിളിൻ്റെ മുകളിലായിട്ട് കുഞ്ഞ് ഇതുപോലെ ലൈൻസ് വരയ്ക്കുക. ഇവിടെ നമ്മൾ ബീഡും സീക്വൻസും ആണ് ജസ്റ്റ് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ ലീഫ് വരയ്ക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു കുഞ്ഞ് സ്റ്റെം വരച്ചിട്ട് അവിടെ നിന്ന് 2 വശത്തേക്കും ഒരു കുഞ്ഞ് ലീഫ് വരയ്ക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരു വലിയ ലീഫ് വരയ്ക്കാം. ഇനി ആ ലീഫിൻ്റെയും മുകളിലുണ്ടല്ലോ ഒരു കുഞ്ഞ് ലീഫ് വരയ്ക്കുക. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കുഞ്ഞ് സർക്കിളും കൂടെ വരയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ ആ ട്രയാങ്കിൾ ഫ്ലവറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ റെഡ് കട്ട് ബീഡ്സ് ആണ് വെക്കുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കുക. ഒരു 5 കട്ട് ബീഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വെക്കുക. ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ബീഡ്സ് നമ്മൾ വെക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ലോക്കും കൂടെ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ നീഡിലെടുത്തേക്കുന്നത് സൈസ് നമ്പർ 12 ആണ് കേട്ടോ. 0.7 എന്ന് പറഞ്ഞ ഒരു നീഡിലുണ്ട്. അപ്പോൾ അതും നമുക്ക് ബീഡ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബീഡ്സ് വെച്ച് അതേപോലെ തന്നെ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഈ ഒരു വശത്തും ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ബോർഡേഴ്സിലാണ് കേട്ടോ ബീഡ്സ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഫ്ലവറിൻ്റെ ഉൾവശം കൂടെ ഈ സെയിം ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ വെക്കുന്ന ആ ബീഡ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അല്ലെങ്കിൽ ബീഡ്സ് ചിലപ്പോൾ ഇളകിപ്പോവും. ഇനി നമ്മൾ ഇവിടുത്തെ ഈ ചെറിയ ലീഫാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ആ ലീഫിൻ്റെ ഷേപ്പിനനുസരിച്ച് വേണം നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ചെറിയ ലീഫ് ആയതുകൊണ്ട് ആദ്യം ഞാൻ 2 കട്ട് ബീഡാണ് കേട്ടോ വെക്കുന്നത്. അതിനുശേഷം 3 കട്ട് ബീഡ് വെച്ചിട്ട് ആ ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. ഇനി വലിയ ലീഫ് ചെയ്യാൻ വേണ്ടി ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 കട്ട് ബീഡ്സ് നീഡിലേക്ക് എടുത്തിട്ട് ഇതേപോലെ നേരെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്തെ വശത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന്
ഇതേപോലെ നീഡിലെടുക്കുക. എന്നിട്ട് ഒരു 3 കട്ട് ബീഡ്സ് വീണ്ടും എടുത്തിട്ട് അതൊന്ന് ചെരിച്ച് വെച്ച് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ബീഡ്സ് വെച്ചിട്ട് ആ ലീഫ് ചെയ്ത് പോകണം. ഇനി ആ 2 ലീഫില്ലേ അതിൻ്റെ നടുക്ക് നമ്മൾ റെഡ് കളറുള്ള കട്ട് ബീഡ് വെച്ചിട്ട് ചെറിയ ലീഫും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ 3 കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ. ഇനി നമ്മൾ താഴോട്ടുള്ള ഈ സ്റ്റെമ്മാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓരോരോ കട്ട് ബീഡ്സ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചെറിയ ലീഫാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സീക്വൻസ് ആണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഒരു 3 സീക്വൻസ് ഞാനിവിടെ ആദ്യമേ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് നമുക്ക് ബീഡും കൂടെ വെച്ചതൊന്ന് ലീഫിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇനി ആ സീക്വൻസ് വെച്ചതിന് ചുറ്റും നമുക്ക് കട്ട് ബീഡ്സും കൂടെ വെച്ച് അതൊന്ന് ലീഫിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇനി ഈ റൗണ്ട് ഷേപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് നീഡിലെടുക്കുക. എന്നിട്ട് ഒരു കട്ട് ബീഡ് ഒരു സീക്വൻസ് നമുക്ക് നീഡിലേക്ക് എടുത്തിട്ട് അവിടെ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് ബീഡ്സും സീക്വൻസും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു കട്ട് ബീഡും കൂടെ വെച്ച് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഡിസൈനിൽ ചെയ്ത എല്ലാ ബീഡ് വർക്കും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു റോ ബീഡ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ താഴെ ചെയ്ത ആ ഫ്ലവറില്ലേ അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ 2 ഫ്ലവറില്ലേ അത് തന്നെയാണ് ഈ 2 ഫ്ലവർ. പിന്നെ നമ്മൾ ഈ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യമേ നമ്മളൊരു ചെറിയ സ്റ്റെമ്മ് പോലെ 2 ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ചെറിയ റെഡ് കളറുള്ള ലീഫുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സീക്വൻസ് വെച്ചിട്ട് അതിന് ചുറ്റുമുള്ള ഒരു ലീഫില്ലായിരുന്നു, അതാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ വലിയ ലീഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു റെഡ് ചെറിയ ലീഫും ഇത് ഫ്ലവറുമാണ്. അപ്പോൾ ഈ ഡിസൈൻ നിങ്ങൾ ഷോളിലും ഒക്കെ ട്രൈ ചെയ്യട്ടോ, നല്ല ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.